സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലേക്കാണ്. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം ഹയാത്ത് തഹ്രീർ അൽ ഷാം 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശവാദമുണ്ട്. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്ന അഭ്യൂഹമുണ്ട്. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാകേഷിലേക്ക് വരാം. ഇപ്പോൾ എന്തായാലും ആഭ്യന്തര യുദ്ധം അത് കൂടുതൽ കലുഷിതമാകുന്നു എന്ന വിവരങ്ങളാണ് സിറിയയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രസിഡന്റ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് സുരക്ഷിതനായി എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 3 നഗരങ്ങൾ, പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തതായാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ വിമത സേനയുടെ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ 3 നഗരങ്ങൾ പിന്നിട്ട് വീണ്ടും മുന്നോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനമായ ദമാസ്കസ് വളയുന്ന അന്തിമഘട്ടം ഏതാണ്ട് വിമതസേന പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് പ്രസിഡന്റ് രാജ്യം വിട്ടു എന്ന രീതിയിലാണ്. ചില വിദേശ മാധ്യമങ്ങൾ അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ് എന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്കറിയാം, നേരത്തെ അലപ്പോ, ഹമ പ്രവിശ്യകൾ പിടിച്ചെടുത്ത ശേഷമാണ് വിമതർ ഹൂംസ് നഗരത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം പിന്നാലെയാണ് ഡമാസ്കസിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത്. റഷ്യ അടക്കം ഈ ആക്രമണത്തിൽ സിറിയയെ സഹായിക്കുന്നുണ്ട്, പ്രത്യാക്രമണത്തിൽ സിറിയയെ സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പരിമിതികൾ നിറഞ്ഞ ഒരാക്രമണമാണ്. കാരണം പൂർണ്ണ സജ്ജരായാണ് ഇപ്പോൾ വിമതർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കിനിത്രോ, ദേറ, സുവൈദ എന്നീ തെക്കൻ പ്രദേശങ്ങളും വിമത സേനയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രകൾ ഒഴിവാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ അടക്കം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പരമാവധി ഫ്ലൈറ്റുകൾ ലഭിച്ചാൽ തങ്ങളുടെ രാജ്യത്തേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ മാറണം എന്നുള്ള നിർദ്ദേശം പൗരന്മാർക്ക് നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ഡമാസ്കസിൽ നിന്ന് ഇപ്പോൾ വിമതർ ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡമാസ്കസ് ജോർദാൻ മുഖ്യ ഹൈവേയിലെ സനാമയിൽ പിടിച്ചെടുത്തതും, ഈ സനാമയിൽ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇത് ഡമാസ്കസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സനാമയിൽ പിടിച്ചെടുത്താൽ അത് ഡമാസ്കസിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായി മാറും വിമതർക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ അസദ് രാജ്യം വിട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനിടയിൽ ഇറാനും തുർക്കിയും റഷ്യയും ദോഹയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഹയാത്ത് വിമതസേന നയിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷംസ ഭീകര സംഘടനയാണെന്നും സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അവരെ അനുവദിക്കരുതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ഈ മേൽനോട്ട സേനയടക്കം അയച്ചിരുന്നതായി ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. ഹിസ്ബുള്ളയും ഈ വിഷയത്തിൽ സിറിയൻ സർക്കാരിനൊപ്പമാണ്. ഹിസ്ബുള്ള ലെബനൻ സിറിയൻ അതിർത്തിയിൽ ചില ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഒരു സഹായം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് സിറിയയ്ക്ക് അനുകൂലമായി ലഭിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ആഭ്യന്തര യുദ്ധം വലിയ തോതിൽ രൂക്ഷമാണ്. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. അഭയാർത്ഥികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ബാഷർ അൽ അസദിന്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടു എന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ബാഷർ അൽ അസദ് തന്നെയാണ് ഈ വിമതരുടെ ലക്ഷ്യം, അദ്ദേഹത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇതിനിടെ സിറിയൻ സേനയ്ക്കുള്ളിൽ പോലും ചില ആഭ്യന്തര തർക്കങ്ങൾ, കലഹം രൂക്ഷമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിമതരുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായം സേനയ്ക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് കൂടി ബാഷർ അൽ അസദിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അശ്വതി, രഞ്ജിത്ത്, നമുക്കറിയാം 10-13 വർഷമായി ആഭ്യന്തര കലഹം സിറിയയിൽ തുടരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സർക്കാർ അനുകൂല സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല, ചെറുത്തുനിൽപ്പ് വളരെ ശുഷ്കമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട്? തീർച്ചയായും ഇത് നമുക്കറിയാം, പല ഘട്ടങ്ങളിലും വിമതരും ഈ സിറിയൻ ഔദ്യോഗിക സേനയും തമ്മിൽ ആഭ്യന്തര സംഘർഷങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇത്ര ശക്തമായ ഒരു ആക്രമണം ഒരിക്കലും വിമതരുടെ ഭാഗത്ത് നിന്ന് സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും സിറിയൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാനാവാത്ത വിധം വളരെ വേഗം പിന്മാറുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഈ ആദ്യ ഘട്ടം മുതൽ തന്നെ ചില നഗരങ്ങൾ കീഴടക്കുന്ന പശ്ചാത്തലം ഒരുങ്ങിയപ്പോൾ തന്നെ റഷ്യൻ സഹായം സിറിയ അഭ്യർത്ഥിച്ചിരുന്നു. റഷ്യ ചില ആക്രമണങ്ങളൊക്കെ നടത്തുകയും ഈ
ഈ സേനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല എന്നുള്ളതാണ്. ഇത്തവണ കുറച്ചുകൂടി കരുതിക്കൂട്ടിയുള്ള കൂടുതൽ സന്നാഹങ്ങളോട് കൂടിയുള്ള ആക്രമണമാണ് വിമതസേന നടത്തുന്നത് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ ഭീകര സേനകളുടെ സാന്നിധ്യം വളരെ വലുതായി തന്നെയുണ്ട്. അൽ ഖ്വയ്ദയുടെയും മറ്റും പിന്തുണയുള്ള ഈ ഭീകര സേനയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൽ ഇടപെടാനില്ല എന്നാണ് പല ലോകരാജ്യങ്ങളും പറയുന്നത്. റഷ്യ ഒഴികെയുള്ള ലോകരാജ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അമേരിക്കയും ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കുന്നത് തങ്ങൾ ഇടപെടാനില്ല എന്നുള്ളതാണ്. പക്ഷേ റഷ്യൻ സർക്കാരിന് സഹായം നൽകുമെന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും അതെങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധിയായ നിർണായകമായ പ്രതിസന്ധികളിൽ കൂടിയാണ് സിറിയ എന്ന രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഒരുപാട് ഈ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. വിമതർക്ക് ഔദ്യോഗിക സേനയ്ക്ക് പ്രസിഡന്റിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോൾ ആ രാജ്യത്തിന്റെ പരമാധികാരം അതിന്റെ ആഭ്യന്തര സുരക്ഷയൊക്കെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമാണ്. പൂർണ്ണമായും ഈ വിമതരുടെ കയ്യിലേക്ക് രാജ്യം എത്തുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ തന്നെ ഒരുപാട് സുരക്ഷയെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു വിമതസേനയെ പിന്തുണയ്ക്കുന്ന വിഭാഗമുണ്ട്, മറുവശം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഈ വിമതസേനയെ അവരുടെ ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ കൂട്ടക്കുരുതി അടക്കം സിറിയയിൽ നടക്കും എന്നുള്ള സൂചനകൾ കൂടി, അത്തരത്തിലുള്ള ചില അന്തരീക്ഷം കൂടി നിലനിൽക്കുന്നുണ്ട്. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.